ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മളും ഇവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. അത് ഇച്ചിരി ബിസി ആയി പോയത് കൊണ്ടാണ് വ്ലോഗ് ഇടാൻ ഒരു ഇച്ചിരി താമസിച്ചത്. ഇത് അടിപൊളി ചെടിയല്ലേ, ചുമ്മാ കടകളിൽ കൂടി ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നടന്നപ്പോഴേ ഇതിങ്ങനെ കണ്ണിപ്പെട്ടു. എന്നാ ശരി, വീട്ടിൽ കൊണ്ടുവച്ചേക്കാമെന്ന് വിചാരിച്ച് പൊക്കിയെടുത്തുകൊണ്ട് വന്നതാണ്. പിന്നെ അത് മാത്രമല്ല കാര്യം, കുറെ വർഷമായിട്ടതേ നമ്മളോടുണ്ടായിരുന്ന ഒരു ചെടിയെ പുള്ളി ഒരു സുപ്രഭാതത്തിൽ നിങ്ങളോട് ജീവിച്ചു മടുത്തു, നിങ്ങളെ വിട്ടു പോകാമെന്നും പറഞ്ഞൊരു പോക്ക്. എന്താണ് ഈ മരണത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം എന്ന് എനിക്കിതുവരെ മനസ്സിലായില്ല കേട്ടോ. വെള്ളത്തിന് വെള്ളം, ഫുഡിന് അടിപൊളി ഫുഡ്, ലൈറ്റിന് ആവശ്യത്തിൽ കൂടുതൽ ലൈറ്റ്, ഇതെല്ലാം കൊടുത്തിട്ട് നമ്മളെ വിട്ടിട്ട് ആ ചെടി പോയി. ദൈവം വിളിക്കുമ്പോൾ പോണ്ടേ, നമ്മുടെ കാര്യം ഇത്രയുമേ ഉള്ളൂ. എന്നാണ് നമ്മളൊക്കെ ഇവിടുന്ന് പോകുന്നത് നമുക്കും അറിയത്തില്ല. ഇനി നെക്സ്റ്റ് നമ്മുടെ ചായ പരിപാടിയാണ്. ഓരോ ചായപ്പൊടിക്കും ഓരോ ടേസ്റ്റാ. പിന്നെ വേറൊരു തമാശയുണ്ട്. നമ്മൾ ഒരേ ചായപ്പൊടിയും ഒരേ പാലും നമ്മുടെ ഇതേ കൈകളും യൂസ് ചെയ്ത് ചില ദിവസങ്ങളിൽ ചായ ഉണ്ടാക്കുമ്പോൾ സ്ഥിരമായിട്ട് കിട്ടുന്ന ഔട്ട്പുട്ട് കിട്ടിയില്ലെന്ന് വരും. ശരിയല്ലേ? ഈ ചായയുടെ ടേസ്റ്റ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കത്തില്ലേ? ഈ ടീപോട്ട് അടിപൊളിയാണ് കേട്ടോ. നമ്മൾ ഐക്യന്ന് എടുത്തതാണ്. ചെറുതിനകത്ത് ഒരു 2 ഗ്ലാസും പിന്നെ മറ്റേനകത്ത് ഒരു 5 ഗ്ലാസും നമുക്ക് ചായ ഉള്ളൂ. നമ്മൾ ഉദ്ദേശിച്ച ബ്രൗൺ കളർ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. ബ്രൗൺ കളർ കിട്ടി എന്ന് അറിയുമ്പം തന്നെ ഓഫ് ചെയ്യുക. കാര്യം ഈ ബ്രൗൺ കളർ കൂടിക്കഴിഞ്ഞാലും കുഴപ്പമാ, കുറഞ്ഞാലും കുഴപ്പമാ. നമുക്ക് നമ്മുടെ വലിയ ടീപോട്ട് തന്നെ ആവാമെന്ന്. നമ്മുടെ ഈ ടീപോട്ട് ഡിഷ് വാഷർ സേഫാ കേട്ടോ. ഇതിന്റെ എല്ലാ പാർട്സും നമുക്ക് സ്ട്രെയിനറും പിന്നെ ഇതിന്റെ അടപ്പും ഇതെല്ലാം നമുക്ക് മാറ്റി മാറ്റി എടുക്കുകയും ചെയ്യാം. ഈ ഡിഷ് വാഷറും മൈക്രോവേവും ഒക്കെ യൂസ് ചെയ്യുന്നവർ നമ്മൾ ഈ ബൗളും പ്ലേറ്റ്സും ഒക്കെ സെലക്ട് ചെയ്യുമ്പോൾ അതിൽ ഇതൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ കാണും. ആ സിമ്പിൾ ഉണ്ടോയെന്ന് നമ്മൾ നോക്കിയിട്ടേ വാങ്ങിക്കാവും. നമ്മൾ നമ്മുടെ ടീ ഗ്ലാസ്സിലോട്ട് ആക്കുമ്പോൾ അങ്ങനെ പുറത്തോട്ടൊന്നും ആവത്തുമില്ല. ഈ ഒരു ടീ ലീവ്സ് ഒന്നും പുറത്തോട്ട് വരത്തുമില്ല. അത് നല്ലൊരു കാര്യമാണ്. നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടീ മാറ്റിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ ബോറടിക്കും ഒരേ ടീ തന്നെ എപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരുന്നാൽ. ഇപ്പോൾ അടുത്തിടയ്ക്കായിട്ട് ഇതാണ് യൂസ് ചെയ്യുന്നത്. എക്സ്പോർട്ട് പാക്ക് എന്നൊക്കെ പ്രത്യേകം എഴുതിയിട്ടുണ്ട് എന്താണെങ്കിലും ടാറ്റ ടീയുടെ. പിന്നെ നമ്മൾ ഈ ഫ്രഷ്നെസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി വെക്കണം. പിന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്പെഷ്യൽ നമുക്ക് ഫ്രഞ്ച് ടോസ്റ്റ് ആണ്. ഞാൻ പല റെസ്റ്റോറൻറ്റ്സിൽ പോയി ഫ്രഞ്ച് ടോസ്റ്റ് കഴിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് ഞാൻ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം. അതേ, സ്വന്തമായിട്ട് ഞാൻ തള്ളി കുറച്ചതൊന്നും അല്ല കേട്ടോ, നല്ല ടേസ്റ്റാണ്. നമ്മൾ ഈ ബാറ്റർ പ്രിപ്പയർ ചെയ്യുമ്പോഴേ പാലിനകത്ത് ആഡ് ചെയ്യുന്ന മുട്ടയുടെ എണ്ണം ഞാൻ കൂടുതലായിരിക്കും. അതേപോലെ തന്നെ ഇച്ചിരി വാനില എസൻസും പിന്നെ അല്പം ഷുഗറും കൂടുതലായിരിക്കും. അപ്പം നല്ല മധുരവും കിട്ടുവേ. പിന്നെ വേറൊരു ടിപ്പ്, നമ്മൾ ഈ ബാറ്ററിനകത്ത് ബ്രെഡ് ഒരു ഇച്ചിരി നേരം സോക്ക് ചെയ്യണം. അപ്പം നല്ല സോഫ്റ്റ് ആവും. പിന്നെ നമ്മളിത് കുക്ക് ചെയ്യുമ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് സ്ലോ ആയിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. ഇനി നമുക്കൊരു റെഡി ടു ഈറ്റ് സാധനം എടുക്കാനുണ്ട്. ഡംപ്ലിങ്സ് ആ കേട്ടോ, ചിക്കൻ ആൻഡ് വെജിറ്റബിളിൻ്റെ ഡംപ്ലിങ്സ്. ഇത് ഭയങ്കര ഈസിയാണ്. ഇത് ഫുള്ളി കുക്ക്ഡ് ആക്ച്വലി. പിന്നെ നല്ല ഫ്രോസൺ ആണല്ലോ, അതുകൊണ്ട് തന്നെ നമ്മളിത് എടുത്തു കഴിഞ്ഞിട്ട് ഒരു 2 മിനിറ്റ്സ് ജസ്റ്റ് ഇച്ചിരി വാട്ടർ ഒഴിച്ചിട്ട് ഒന്ന് സ്റ്റീം ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മളിത് തിരിച്ചും മറിച്ചും ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്യുക. അപ്പോൾ ഫ്രൈ ചെയ്യുന്നതിൻ്റെ മുമ്പ്, നമ്മളിത് ബോയിൽ ചെയ്യുന്നതിൻ്റെ മുമ്പ് ഒരു 1 ടീസ്പൂൺ ഓയിലൊന്ന് ഒഴിക്കും. ഇതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇതെത്തുമ്പോൾ നമ്മൾ റെഡി ടു ഈറ്റ് ആയി. 1 വീക്ക് മുമ്പ് നമ്മൾ ഈവനിങ്ങിൽ ഒരു ഫംഗ്ഷന് പോകുമായിരുന്നേ. പോകുന്ന വഴിക്ക് നമ്മളൊരു ആക്സിഡൻറ്റ് സൈറ്റിൽ പെട്ട് ഒരു 3 hours നമ്മൾ റോഡിൽ കിടക്കുമായിരുന്നു. നമ്മൾ കാറിലിരിക്കുമ്പം ഒരു 300 മീറ്റർ അപ്പുറത്തെ സൈഡിൽ ആ റോഡിൽ നമുക്ക് ഇങ്ങനെ പുകയും ഫുൾ ആംബുലൻസും പോലീസ് വണ്ടി എല്ലാം കാണും. പക്ഷെങ്കിൽ എത്രത്തോളം ഈ ആക്സിഡൻറ്റ് സീരിയസ് ആണെന്ന് ഒന്നും നമുക്കറിയത്തില്ല. ജസ്റ്റ് ഇങ്ങനെ പുക വരുന്നുണ്ട്. അപ്പോൾ എന്തോ വാഹനം കത്തുവാന്ന് നമുക്ക് മനസ്സിലായി. ഇവിടെയൊക്കെ നമുക്ക് റോഡിൽ ഒരു ലെഫ്റ്റ് ലൈൻ എപ്പോഴും ഫ്രീ ആയിട്ട് ഇട്ടിരിക്കും, ആംബുലൻസിനും പോലീസ് വെഹിക്കിൾസിനും ഒക്കെ പോകാൻ. അതുകൊണ്ട് തന്നെ ഏത് ട്രാഫിക്കിലും ആ ഒരു ലൈൻ അവർക്ക് എപ്പോഴും ഓപ്പൺ ആയിരിക്കും. നമ്മളൊരു 8:15 ആയപ്പം ഈ ഒരു പ്ലേസിൽ സ്റ്റക്കായതാ. എന്താ സംഭവിക്കുന്നതെന്നറിയാതെ ഇവിടെ നമുക്ക് കാറിൻ്റെ പുറത്തിറങ്ങി കൂട്ടം കൂടി നിന്ന് എന്തോ സംഭവിക്കുന്നതെന്ന് പോയി അന്വേഷിക്കാനോ പിടിക്കാനോ ഒന്നും പറ്റത്തില്ല. എല്ലാവരും കാറിനകത്ത് തന്നെ ഇരുന്നോണം. നമ്മളങ്ങനെ രാത്രി 11 മണി വരെ ഇതേ പൊസിഷനിൽ കിടക്കുമായിരുന്നു. പിറ്റേ ദിവസം നമ്മൾ ന്യൂസിൽ നിന്നാണ് ഇവിടെ നടന്ന ഇത്രയും വലിയൊരു സീരിയസ് ക്രാഷും സംഭവമാണെന്നൊക്കെ അറിയുന്നത്. അപ്പം സ്റ്റുഡൻറ് വിസയിലുണ്ടായിരുന്ന ഒരു ഇന്ത്യന് ഇവിടുത്തെ ലിക്കർ ഷോപ്പിൽ നിന്ന് ലിക്കർ മോഷ്ടിച്ചുകൊണ്ട് വാനെ കടന്നു കളഞ്ഞു. അപ്പം ആ ആളെ പിടിക്കാൻ വേണ്ടി ആ വാനിൻ്റെ പുറകെ പോലീസ് ചേസിങ് നടത്തി. ഇതെല്ലാം നടക്കുന്ന റോങ് വേ കൂടെ. ഇപ്പം നിങ്ങൾ ഈ വീഡിയോയ്ക്കകത്ത് കാണാൻ പറ്റും, എല്ലാവരും അങ്ങോട്ട് പോകുന്ന റോഡിൽ ഈ വാൻ വരുന്നത് ഇങ്ങോട്ട് റോങ് വേ കയറി വരും. ഇത് ഹൈവേ ആണ്, ഭയങ്കര ട്രാഫിക് ഉണ്ടാകേണ്ട ഒരു ഹൈവേ ആയത്. കണ്ടോ ഈ ഒരു വാൻ കയറി വന്നേക്കുന്നത്? അത്ര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നടന്നത്. 4-5 പോലീസ് വെഹിക്കിൾസും ഇതേപോലെ റോങ് വേ കൂടെ വരുക. എന്നിട്ട് എത്ര ഡേഞ്ചറസ് ആ റോങ് വേ കൂടെ, അതും ഹൈവേയിൽ മിനിമം ഒരു 120 എല്ലാവരും പോകുന്നത്.
അത്രയും സ്പീഡിൽ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പം ഇങ്ങോട്ട് വരുന്ന ഈ പോലീസ് വെഹിക്കിളും പിന്നെ മറ്റേ വാനും അതിലും സ്പീഡിലാണ് ഇങ്ങോട്ട് വരുന്നത്. ഈ ഒരു ആക്സിഡൻറ്റിൽ 6 വെഹിക്കിൾസാണ് ക്രാഷ് ആയത്. 4 പേര് മരിക്കുകയും ചെയ്തു. ഈ 4 പേരും ഇന്ത്യൻസ് ആണെന്നുള്ളതാണ്. ഈ വാൻ ഓടിച്ച ആ ഒരു മോഷ്ടാവാണ് ഒരു ഇന്ത്യൻ മരിച്ചത്. പിന്നീട് ഒരു കാറയിൽ ഉണ്ടായിരുന്ന ഒരു ഫാമിലി ഉണ്ട്, ഇന്ത്യൻ ഫാമിലി. അതിനകത്തൊരു 3 മാസമായ ഒരു കുഞ്ഞും പിന്നെ ആ കുഞ്ഞിനെ കാണാൻ ചെന്നൈയിൽ നിന്ന് വന്ന അതിൻ്റെ ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും. അതിലെ കുഞ്ഞും ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറുമാണ് മരിച്ചത്. കുഞ്ഞിൻ്റെ അപ്പനും അമ്മയ്ക്കും കുറച്ച് ഇഞ്ചുറി ആയിട്ട് അവർ ഹോസ്പിറ്റലിലായി. ഈ ഗ്രാൻഡ് ഫാദർ 60 വയസ്സുള്ള ഗ്രാൻഡ് ഫാദർ, പിന്നെ ഗ്രാൻഡ് മദർ 55. ഗ്രാൻഡ് ഫാദർ റിട്ടയർ ആയിട്ട് ജസ്റ്റ് 2 ദിവസം മുമ്പാണ് കാനഡയിൽ ലാൻഡ് ചെയ്തത്. അവർ ഈ കുഞ്ഞിൻ്റെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി വന്നത്. കുഞ്ഞിനാണ് വെറും 3 മാസം. എന്തൊരു ട്രാജഡിയാണ് അല്ലേ. വാനിലുണ്ടായിരുന്ന മോഷ്ടിച്ച ഇന്ത്യൻ സ്റ്റുഡൻറ്റിൻ്റെ കൂടെ വേറൊരു ഇന്ത്യനും ഉണ്ടായിരുന്നു. പുള്ളിക്കും ഇഞ്ചുറി ആയിട്ട് ഹോസ്പിറ്റലിലായി. ആ ഒരു ഇന്ത്യൻ സ്റ്റുഡൻറ്റിൻ്റെ പേരിൽ വേറെ ഒത്തിരി കേസുകളുണ്ട്. അതായത് ഇതേപോലെ വേറെ ലിക്കർ സ്റ്റോഴ്സിൽ നിന്ന് ലിക്കർ മോഷ്ടിച്ചിട്ടുണ്ട്. അതും പോരാ, ഇനി കാർ മോഷ്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ കേസുള്ള ആളാണ്. അങ്ങനെ ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് പ്രത്യേകം ലൈസൻസ് വരെ സസ്പെൻഡ്, അതായത് വണ്ടി ഓടിക്കാൻ ഉള്ള പെർമിഷൻ ഇല്ലാത്തൊരു വ്യക്തിയാണ്. എന്നിട്ടാണ് ഈ വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ ആ ഒരു മോഷണം കാരണം ഇന്നസെൻ്റ് ആയിട്ടുള്ള വേറെ 3 പേരുടെയും കൂടെ ജീവനാണ് നഷ്ടപ്പെട്ടത് അല്ലേ. നമ്മളൊരു ഫോറിൻ കൺട്രിയിൽ സ്റ്റുഡൻറ് വിസയിൽ പഠിക്കാൻ വേണ്ടി വന്നിട്ട് ഇങ്ങനെയൊക്കെയുള്ള പ്രവൃത്തികൾ ചെയ്യാൻ മനസ്സ് മുതിരുന്നത് തന്നെ ഭയങ്കരമാണ്. 2 ദിവസം മുമ്പ് ആ ഒരു ചെന്നൈയിൽ നിന്ന് വന്ന ഗ്രാൻഡ് പേരൻസ് ഇവിടെ ലാൻഡ് ചെയ്യുമ്പോഴേ അവരൊരിക്കൽ പോലും മനസ്സിൽ കാണുന്നില്ലല്ലോ അവരുടെ ബോഡി ക്രിമേറ്റ് ചെയ്യുന്നത് കാനഡയിലായിരിക്കും. എന്തൊക്കെ ട്രാജഡികളാണ് ഓരോരുത്തർക്ക് സംഭവിക്കുന്നത്. ഈ ലിക്കർ മോഷ്ടിച്ച ഈ റോബറിന് വേണ്ടിയിട്ട് ഈ റോങ് വേ കൂടൊക്കെ ഇത്രയും സ്പീഡിൽ ചേസിങ് നടത്തിയ പോലീസിനെതിരെ സത്യം പറഞ്ഞാൽ ഇപ്പോൾ അന്വേഷണമൊക്കെ നടന്നുകൊണ്ടിരിക്കുക. ആ ആക്സിഡൻറ്റിൽ പെട്ട വലിയൊരു ലോറിയുടെ ഫ്രണ്ട് പാർട്ടാണ് ഫുള്ള് കത്തിക്കരിഞ്ഞു. അതാണ് ആ കയറ്റുന്നത്. പിന്നെ ഇത് ആ വാനായിരുന്നു. ഈ വാനിൻ്റെ പാർട്സ് അതും ഫുള്ള് കത്തിക്കരിഞ്ഞു. അതിൻ്റെ പാർട്സാണ് ഈ വഴിയിലെല്ലാം കിടക്കുന്നത്. അങ്ങനെ അത് മൊത്തത്തിലൊരു ബാഡ് ഡേ ആയിരുന്നു. പിന്നീട് നമ്മൾ രാത്രി വരെ ഇപ്പോൾ ഒത്തിരി കേരള റെസ്റ്റോറൻറ്റ്സ് ഓപ്പൺ ആക്കി വെക്കും. അത് വെളുപ്പിന് 5 മണി വരെ 3 മണി വരെയൊക്കെ ഒത്തിരി റെസ്റ്റോറൻറ്റ്സ് ഇപ്പോൾ ഓപ്പൺ ആക്കി വെക്കുന്നുണ്ട്. അപ്പോൾ അവർ ഈ തട്ടുകട സ്റ്റൈലിലാണ് വെക്കുന്നത്. അങ്ങനെ നമ്മളവിടെ പോയി ചെന്ന് കുറച്ച് തട്ടുകട ഐറ്റംസൊക്കെ വാങ്ങിച്ച് കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ കുറച്ച് സാഡ് ന്യൂസൊക്കെ ആയിരുന്നു. അപ്പം നാട്ടിലൊക്കെ ഉള്ളവർക്ക് ഇതൊന്നും അറിയത്തില്ലല്ലോ. അപ്പം ഈ ന്യൂസ് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അത്രയുമേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ല. നമുക്ക് വീണ്ടും വേറൊരു വ്ളോഗുമായിട്ട് കാണാം. അതുവരേക്കും ബൈ. We began to feel the fire. We rise like tall buildings as the chemicals they take us higher.